നിന്നെ ഓർത്ത് വിലപിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളിൽ നിനക്കൊരിക്കലും മരണമില്ല. അവർ നിനക്കായി ഒരുക്കുന്ന പിറന്നാൾ വട്ടങ്ങൾ നീ കാണുന്നുണ്ടാകണം. നീ ഓർത്തിരുന്നുവോ, ജനിമൃതികളെ ഒരു കൊച്ചു കറുത്ത പൊട്ടിൽ അടയാളപ്പെടുത്തി നീ പോയപ്പോൾ നിന്നെ അറിയുന്ന, നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരുപാട് ഹൃദയത്തിന് അതെത്രമാത്രം നഷ്ടമുണ്ടാക്കിയെന്ന്. അതിനുമപ്പുറം പ്രാണൻ പകുത്തു നൽകിയ അച്ഛനും അമ്മയും എങ്ങനെ നിന്റെ നഷ്ടങ്ങളെ ശ്വസിച്ചു കഴിയുമെന്ന്. ദിനംപ്രതി നിന്നെ ഓർത്ത് വിലപിക്കുന്ന ആ അച്ഛനും അമ്മയും ഇന്നുമുണ്ട് നിന്റെ ചിന്തകൾക്ക് ചിറക് നൽകിയ, ഇന്ന് നീ ശാന്തമായി ഉറങ്ങുന്ന പ്രശാന്തിയിൽ. അത്രമേൽ സ്നേഹിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഇങ്ങനെ നിമിഷം പ്രതി ഓർത്തിരിക്കുമ്പോൾ എങ്ങനെ നിനക്ക് ശാന്തമായി ഉറങ്ങാൻ കഴിയും എന്ന ചിന്തയും ഇപ്പോൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു മനസ്സും മരണത്തെ ആഗ്രഹിക്കുകയില്ല. പ്രണയാനന്തരം വിഷാദത്തിലേക്ക് പൂത്തി വീഴുന്നത് സ്വാഭാവികം. അത് ജീവിതത്തെ അത്രമാത്രം ആഗ്രഹിച്ചു പോയതുകൊണ്ടാണ്. വിങ്ങുന്ന പ്രണയത്തെ അക്ഷരങ്ങളായി എഴുതി തീർത്ത് യഥാർത്ഥ ജീവിതത്തിലേക്ക് ഒരു തവണയെങ്കിലും കടന്നു വന്നിരുന്നുവെങ്കിൽ എന്ന് വെറുതെയെങ്കിലും ആഗ്രഹിച്ചു പോകുന്നു. 1985 നന്ദിതയുടെ ഡയറിയിൽ മലയാളത്തിലെഴുതിയ ആദ്യ കവിതയെ കാണുന്നത്. കാറ്റാഞ്ഞടിക്കുന്നു, കെട്ടുപോയ എന്നിലെ കൈത്തിരി നാളമുണരുന്നു, ഞാൻ ആളിപ്പടരുന്നു. മുടികരിഞ്ഞ ഗന്ധം, അസ്ഥിയുടെ പൊട്ടലുകൾ, ചീറ്റലുകൾ, ഉരുകുന്ന മാംസം, ചിരിക്കുന്ന തലയൊട്ടി, ഞാൻ ചിരിക്കുന്നു. സ്വന്തം വന്ധ്യത മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഭൂമിയെ നോക്കി ഞാൻ ചിരിക്കുന്നു ഭ്രാന്തമായി. ഇതിലാഞ്ഞടിക്കുന്ന കാറ്റിനെ നഷ്ടപ്പെട്ടുപോയ എന്തോ ഒന്നിനോട് ഉപമിച്ചിരിക്കുന്നു. അത് പ്രണയമോ പ്രിയപ്പെട്ട ഓർമ്മകളോ ആവാം. എന്തായാലും ആ കാറ്റ് ഒരു വലിയ ആഘാതം തന്നെ നൽകിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് കാറ്റാഞ്ഞടിക്കുന്നതായാലും തന്നിലെ കെട്ടുപോയ കൈത്തിരിനാളം ഉണരുന്നതായും സൂചിപ്പിച്ചിരിക്കുന്നത്. മുടികരിഞ്ഞ മണം, അസ്ഥിയുടെ പൊട്ടലുകൾ, ചീറ്റലുകൾ, ഉരുകുന്ന മാംസം, ചിരിക്കുന്ന തലയൊട്ടി, സ്വന്തം വന്ധ്യതയെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഭൂമി എന്നിവയെ ഭ്രാന്തമായ സ്വന്തം ചിരിയോടുകൂടെ പകർത്തുന്നതും എത്ര ഭീകരമാണ്. ഒരു പക്ഷേ ഇതുതന്നെയാവും നന്ദിതയുടെ കവിതകളുടെ സ്ഥായീഭാവവും. വിടരാതെ കൊഴിഞ്ഞ വസന്തമേ, ജീവിതമെന്ന പോലെ കവിതകളും വിസ്മയപ്പെടുത്തുന്നു. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പുറമേ ചിരിച്ചുകൊണ്ട് അകമേ ഇങ്ങനെ ഉരുകിത്തീരാൻ മാത്രം എന്തപരാധമാണ് ടീച്ചർ ചെയ്തിട്ടുണ്ടാകുക എന്ന്. നന്ദിതയുടെ കവിതകൾ എന്ന പുസ്തകത്തിൽ സുഗതകുമാരി ടീച്ചർ ഇങ്ങനെ പറയുകയുണ്ടായി. പെട്ടെന്ന് കെട്ടുപോകാൻ മാത്രം തെളിഞ്ഞൊരു കാർത്തിക വിളക്ക്, സൗമ്യപ്രകാശവും സുഗന്ധവും സൗന്ദര്യവും തികഞ്ഞതെങ്കിലും 2 തുള്ളി മാത്രം എണ്ണ പകർന്നൊരൊറ്റ തിരിവിളക്ക്, അതിന് കെടാതെ വയ്യല്ലോ. അതെ, പ്രകാശം പരക്കുന്നതിന് മുന്നേ കെട്ടുപോയതല്ല, സ്വയം കെടുത്തിയ ഒറ്റ തിരിവിളക്ക് തന്നെയായിരുന്നു ടീച്ചർ. എങ്കിലും കത്തിനിന്ന ആ കുറച്ചു സമയം ചുറ്റിലുമുണ്ടായിരുന്നവരിലേക്ക് പകർന്നു നൽകിയ ആ വെളിച്ചം ഇന്നും ഇങ്ങനെ ഓർമ്മകളായി കത്തി നിൽക്കുന്നു. നന്ദിതയുടെ കവിതകളിൽ 1986 എഴുതിയതായി കാണുന്ന 2 കവിതകളുമുണ്ട്. നിന്റെ മൂഢതയോർത്ത് ലോകമട്ടഹസിക്കുന്നു, നിന്നെ ഭ്രാന്തിയെന്ന് വിളിക്കുന്നു. ആ കൂർമ്മ നേത്രങ്ങളൊന്നും കാണുന്നില്ല, നിന്നെ അവർ കാണുന്നില്ല. നീ അകലെയാണ്, 1000 ഘാതങ്ങൾക്കപ്പുറത്ത്. അവരുടെ കണ്ണുകൾ നിന്നെ കാണുമ്പോൾ നീ അട്ടഹസിക്കുകയാണ്. നിന്റെ മൂഢതയോർത്തല്ല, അവരുടെ മൂഢതയോർത്ത്. അത്രയും നിരാശയോടെ ആയിരിക്കണം ഇത്രയും തീവ്രമായ വരികൾ ടീച്ചർ എഴുതി വച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ മൂഢത എന്നത് സ്വാർത്ഥത എന്നതിനെ ആവാം. ആരുടെയൊക്കെയോ സ്വാർത്ഥതയ്ക്ക് ബലികേടാകേണ്ടി വന്നത് സ്വന്തം മനസ്സു തന്നെ ആവണം. അതെ,
ചില ജന്മങ്ങൾ അങ്ങനെയാണ്, ചുറ്റിലുമുള്ളവർക്ക് വേണ്ടി ഒറ്റയ്ക്ക് വേദനിച്ച് വേദനിച്ച് ഉരുകിയില്ലാതാവും. നീ ചിന്തിക്കുന്നു നിനക്ക് കിട്ടാത്ത സ്നേഹത്തെക്കുറിച്ച്. നിനക്ക് ഭൂമിയാണ് മാതാവ്. നിന്നെ കരൾ നൊന്ത് വിളിക്കുന്ന മാതാവിനെ നീ കാണുന്നില്ല. നീ അലയുകയാണ് പിതാവിനെ തേടി, മാതാവിനെ ഉപേക്ഷിച്ച്. ഹേ മനുഷ്യ, നീ എങ്ങോട്ട് പോയിട്ടെന്ത്? ക്ഷമിക്കൂ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നിന്റെ കരിവാളിച്ച മുഖത്തെ, എല്ലുന്തിയ കവിൾത്തടങ്ങളെ, നിന്റെ വെളുത്ത ഹൃദയത്തെ എന്നോട് ക്ഷമിക്കൂ. സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് ഒരു സ്നേഹത്തെക്കുറിച്ച് ഈ കവിതയിൽ ടീച്ചർ വ്യക്തമായി എഴുതിയിരിക്കുന്നു. കിട്ടാത്ത സ്നേഹത്തെക്കുറിച്ച് പറയുകയും മാതാവിനെ ഉപേക്ഷിച്ച് പിതാവിനെ തേടിപ്പോകുന്ന ആ സ്നേഹത്തെ അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ആരും കേൾക്കാതെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ടീച്ചറുടെ മനസ്കൂടെ ഇവിടെ വ്യക്തമായി കാണാവുന്നതാണ്. പ്രതീക്ഷകളിലൂടെ സഞ്ചരിച്ച് പെട്ടെന്ന് മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ശുഭപ്രതീക്ഷകളിലേക്കും തെന്നിമാറുന്ന കവിതകളാണ് മിക്കതും. ഒന്നും സ്ഥായിയായി നിലനിൽക്കുന്നതുമല്ലായിരുന്നു. ഇങ്ങനെ തന്നെ നന്ദിത ഡയറിയിൽ ആരുമറിയാതെ സൂക്ഷിച്ച ഓരോ കവിതകളും. 1987 എഴുതിയ കവിതയിലും നിരാശ നിറഞ്ഞുകൂടുന്നു. എന്നെ അറിയാത്ത, എന്നെ കാണാത്ത, ഉറക്കത്തിൽ എന്നെ പേര് ചൊല്ലി വിളിച്ച എന്റെ സ്വപ്നമേ, എന്റെ മുഖത്ത് തറച്ച നിന്റെ കണ്ണുകൾ, അവ ആണ്ടിറങ്ങിയത് എന്റെ ഹൃദയത്തിലാണ്, ആഴമേറിയ 2 ഗർത്തങ്ങൾ സൃഷ്ടിച്ച്. ഉറങ്ങാൻ അനുവദിക്കാത്ത ആ സ്വപ്നം, ആ സ്വപ്നങ്ങൾക്കും തീഷ്ണഭാവം. പ്രണയത്തെ ഇത്രമേൽ അഗാധമായി പ്രണയിച്ച നന്ദിത പിന്നെ എങ്ങനെ മരണത്തെയും അത്രമേൽ സ്നേഹിച്ചു? ഒരുപക്ഷെ പ്രണയവും മരണവും ഒരുപോലെ അസൂയപ്പെട്ടിരിക്കണം. വേദനയിലും പുഞ്ചിരിക്കാനും വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ മാത്രം കാലങ്ങൾക്ക് മുന്നേ പാകപ്പെട്ട മനസ്സായിരുന്നു ടീച്ചറുടേത്. അതുകൊണ്ട് തന്നെ തന്റെ